ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബസൂക്ക. ഞങ്ങളുടെ മമ്മൂക്കേന്റെ ബസൂക്ക റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ ഈവനിങ് ഷോയിനാണ് ഞാൻ പോയത്. അപ്പൊ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവി. എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതിലത്തെ ചില ചില പോയിന്റ്സ് ഒക്കെ ചില ലാഗും പരിപാടികളും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറക്ഷൻ. ആക്ച്വലി ഈ മൂവി ഡയറക്ട് ചെയ്തതിന്റെ റൈറ്ററും പിന്നെ സ്ക്രീൻ പ്ലേയും ആൾ തന്നെയാണ്. അപ്പോ മമ്മൂക്ക ഒരു ഇന്റർവ്യൂല് മെൻഷനും ചെയ്തിട്ടുണ്ടായിരുന്നു ഡെനു ഡെനീസ് ഡയറക്ടറിനൊക്കെ തപ്പി നടക്കുന്ന സമയത്ത് മമ്മൂക്കയും പിന്നെ അവരുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് എൻകറേജ് ചെയ്തിട്ട് ആളോട് തന്നെ പറഞ്ഞു ഈ കഥ നിന്നെത്തോളം വേറെ ആർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആൾ തന്നെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും എൻകറേജ് ചെയ്തു. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ആളുടെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഡയറക്ടർ ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ വൺ ലൈനർ കിട്ടിയെങ്കിൽ ആള് പൊളിച്ചാൽ, കാരണം മൂവി പൊളിച്ചാൽ. കാരണം ഇത് സ്റ്റാർട്ടിങ് തൊട്ട് കുറച്ച് ലാഗും കാര്യങ്ങളും പരിപാടികളും കാരണം ഒരു ഗുമ്മ കിട്ടാത്ത ഫീലിംഗ്. ഇന്റർവെൽ പഞ്ച് ആയാലും അല്ലെങ്കിൽ ഗെയിമിംഗ് പരിപാടി ആയാലും നമുക്കത് ഫീൽ ചെയ്യാത്ത ഒരു സംഭവം എനിക്ക് എസ്പെഷ്യലി തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഗെയിമിംഗ് പരിപാടികൾ എന്ന് പറയുമ്പോൾ കാരണം ഒരു ന്യൂ കണ്ടന്റ് ആയിരുന്നു. കാരണം ഇത്ര മലയാള സിനിമയിൽ നമ്മൾ ഗെയിമിംഗ് പരിപാടിയും ഇനി ഗെയിമിംഗ് റിലേറ്റഡ് ഹേസ്റ്റ് ഒന്നും ഇതുവരെ നമ്മൾ കണ്ടന്റ് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഇത് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ഫ്രഷ് കണ്ടന്റ് ആവുന്നു. പക്ഷെ കണ്ടന്റ് ഫ്രഷ്, ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലൈൻ റൈറ്റിങ്ങും അടിപൊളി, ഡയലോഗും അടിപൊളി. പക്ഷെ എടുത്തു വെച്ചിരുന്ന രീതി കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കത് ഒന്നീ ആളുടെ ഫസ്റ്റ് മൂവി ആണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആളുടെ ആ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്കും ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ മനസ്സിലാവും കുറെ ലാഗും പരിപാടിയും. പക്ഷെ ലാസ്റ്റത്തെ 20 മിനിറ്റിലേക്ക് എത്തുമ്പോ ഒരു മൂവി ഒരു പീക്കിലേക്ക് പോകും. പീക്ക് എന്ന് പറഞ്ഞാൽ ആസാദ് പീക്ക്. അപ്പോ ഈ ക്യാരക്ടർ ബിൽഡിങ് 20 മിനിറ്റിൽ കൊടുത്ത സംഭവം അവർ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തെങ്കിൽ മൂവി എവിടെയൊന്നും നിൽക്കില്ല, അങ്ങ് ഹൈപ്പിൽ തന്നെ പോയാൽ. പക്ഷേ ആ ലാഗും പരിപാടികളും നമുക്ക് ഫീൽ ചെയ്യും സ്റ്റാർട്ടിങ് തൊട്ടിട്ട്. ഇന്റർവൽ പഞ്ചും നമുക്ക് അത്ര ഗുമ്മ തരാത്ത ഒരു സംഭവമായി മാറും. പിന്നെ ഗൗതം മേനോൻ അവരുടെ ടീമും കാര്യങ്ങളും കണ്ടിരിക്കാൻ സുഖമായിരുന്നു. പക്ഷേ ദ ഗ്രേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ദ മൂവി വാസ് വെരി ഗുഡ്. ആവറേജ് മൂവി, വൺ ടൈം വാച്ചബിൾ ഫോർ ഷുവർ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വിൽ ബി ദ ബെസ്റ്റ്. കാരണം ആ ലാസ്റ്റത്തെ 20 മിനിറ്റ് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ ഫുൾ ഫയറാണ് ആ 20 മിനിറ്റ്. പിന്നെ ഒരു ഞങ്ങളുടെ ആറാട്ടണ്ണൻ ആറാട്ടണ്ണനുണ്ട് ഈ മൂവിയിൽ. അപ്പൊ ആറാട്ടണ്ണൻ ഫാൻസും ഹാപ്പി ആയിരിക്കും കാണുമ്പോൾ. അപ്പോ വേറൊന്നും പറയാനില്ല, ഒരു ആവറേജ് മൂവി. അപ്പൊ വിഷുവിന്റെ ഫസ്റ്റ് മൂവി ഞാൻ ബസൂക്കയും കണ്ട്, ഞങ്ങൾ മമ്മൂക്ക കഴിഞ്ഞിട്ടുള്ള വേറെ ആരും. അപ്പോ മമ്മൂക്കന്റെ തന്നെ ഞാൻ കണ്ടു ഫസ്റ്റ് മൂവി. അപ്പോ ഐ എൻജോയ്ഡ് അലോട്ട്. കാരണം എല്ലാ മൂവി എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രിയേറ്റിവിറ്റി കണ്ടന്റ്. അപ്പൊ ഒന്നും മോശമല്ല, എല്ലാം നല്ലതാണ്. അപ്പൊ ബസൂക്ക വാസ് എ നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് ഐ ലവ് ദ മൂവി ആൻഡ് ഇറ്റ് ഇസ് ആവറേജ് മൂവി. അപ്പൊ കാണാത്തവർ കാണാം, അവർ കണ്ടവരാണെങ്കിൽ കമന്റിൽ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വിഷുവിന്റെ ഫസ്റ്റ് മൂവി ബസൂക്ക ഞാൻ കണ്ടിരിക്കുന്നു. ഈ സെക്കൻഡ് മൂവി ഞാൻ ഗുഡ് ബാഡ് അഗ്ലി. അപ്പോൾ അതിന്റെ റിവ്യൂ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് റിവ്യൂ. ദിസ് ഇസ് വിമൽ.